ഏറെ ആദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി ഏറെ ഗൗരവത്തോടെ എന്നോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അത് കൃത്യമായി പ്രവാചക മാതൃകയോടുകൂടി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വരെ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ സമുദായത്തിലും ഉണ്ടായി വന്നിട്ടുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതകളും ഇല്ലാതെയാക്കുവാൻ ഓരോ സമുദായത്തിലെ ജനങ്ങളെയും നേരിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിലേക്കും ഒന്നോ ഒന്നിലധികമോ പ്രവാചകന്മാരെ നിയോഗിച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏകദേശം 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി പ്രത്യേകതകൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന് അള്ളാഹു സൂചിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അമ്പിയാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളും ഏറ്റവും ഉന്നതനുമെന്ന് അള്ളാഹു സൂചിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന വലിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ തീർച്ചയായും താങ്കൾ
ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു പ്രവാചകരെ എന്നുള്ള അള്ളാഹുവിൻ്റെ വലിയ വിലമതിക്കാനാവാത്ത സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു പറയുകയാണ്, സുമ്മ ഔഹൈനാ ഇലൈക, പിന്നീട് നാം ആ പ്രവാചകന് വഹയ്യ് നൽകി, അനിത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമനസ്കനായ ശാന്തമായ മനസ്സിൻ്റെ ഉടമയായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത താങ്കൾ പിൻപറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത്, ആ പ്രവാചകനോട് പോലും അള്ളാഹുവിൻ്റെ കൽപ്പന താങ്കൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെയാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? കേവലം ദുൽഹിജ്ജ മാസവും അതടുക്കുന്നതോടുകൂടി, അതല്ലെങ്കിൽ ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ കടന്നു വരുന്നതിന് അനുബന്ധിച്ച് നാം പഠിക്കേണ്ടതോ മനസ്സിലാക്കേണ്ടതോ ഓർമ്മിക്കേണ്ടതോ ആയ ഒരു വ്യക്തിയല്ല, ഒരു പ്രവാചകനല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ആലോചിച്ച് നോക്കുക, 5 നേരത്തെ നമ്മുടെ ഫർളായ നിർബന്ധ നമസ്കാരങ്ങളിൽ പോലും അള്ളാഹുവിനോട് നാം ആവശ്യപ്പെടുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നീ എങ്ങനെ രക്ഷയും സമാധാനവും നൽകിയോ, അതുപോലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും രക്ഷയും സമാധാനവും നൽകണമെന്നാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും കുടുംബത്തിനും നീ എങ്ങനെയൊക്കെ അനുഗ്രഹം നൽകിയോ, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ അനുഗ്രഹങ്ങൾ നൽകണേ എന്നാണ് ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വലിയ പണക്കാരനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മക്കയടക്കമുള്ള മുഴുവൻ പ്രവിശ്യകളെയും ഭരിച്ചിരുന്ന വലിയ രാജാവായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അധികാരനായി കുബേരനായി നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു, ഒരിക്കലുമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു അനുഗ്രഹിച്ചതെങ്ങനെയാണ്? ഏതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആ അനുഗ്രഹം ഏതാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത ആരായിരുന്നു ഇബ്രാഹിം നബി എന്നും എന്താണ് ഇബ്രാഹിം നബിയുടെ പ്രത്യേകതയെന്നും വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ ഓർത്തു വെക്കേണ്ട സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ, മകാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ജൂതനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ക്രൈസ്തവനായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹനീഫായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ? ഋജുമനസ്കനായിരുന്നു,
ശാന്തമായ സമാധാനമുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ്. മുസ്ലിമായിരുന്നു. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? പരിപൂർണമായി അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയ വ്യക്തിയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്, അമറല്ലാഹു ബി ഇഖ്ലാസി ലഹു വൽ ഇസ്തിസ്ലാമി വൽ ഇൻഖിയാദി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കതയിലും കീഴൊതുക്കത്തിലും വിധേയത്വത്തിലും അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് കൽപ്പിച്ചപ്പോൾ ഫഅജാബ ഇലാ ദാലിക ശർഅൻ വ ഖദറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മതനിയമം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കഴിയുന്നത്രയും പരിപൂർണമായി അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയിരുന്നു എന്നാണ് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമുള്ള ഒരു ആയത്തുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാൻ, അസ്ലിം, ഇബ്രാഹിം നബിയെ താങ്കൾ ഇതാ പരിപൂർണമായി എന്നിലേക്ക് കീഴൊതുങ്ങിക്കൊള്ളുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയാണ്, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവേ ഇതാ ഈ ഒരു നിമിഷം മുതൽ ഞാൻ നിന്നിലേക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. അവിടെ ഇബ്രാഹിം നബി ഞാനെങ്ങാനും അള്ളാഹിലേക്ക് വഴിപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനെങ്ങാനും അള്ളാഹിനനുസരിച്ച് കഴിഞ്ഞാൽ, ഞാനെങ്ങാനും ഈ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നോടൊന്ന് പറയും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചില്ല. എൻ്റെ കുടുംബം എന്നെ എങ്ങനെ സ്വീകരിക്കും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ സമുദായത്തിലേക്ക് ഈ ഒരു കീഴൊതുക്കത്തോടു കൂടി കടന്നു ചെന്നാൽ എൻ്റെ സമുദായം എന്നെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചില്ല, ചിന്തിച്ചില്ല. ഇബ്രാഹിം നബിക്ക് ഒറ്റ കാര്യമുള്ളൂ, അള്ളാഹു പറഞ്ഞോ ഞാനത് അനുസരിക്കുമെന്നുള്ളതായിരുന്നു. സമീഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, അത് പഠിച്ചു, മനസ്സിലാക്കി, ജീവിതത്തിൽ ഉൾക്കൊണ്ടു എന്നുള്ള വെറും വർത്തമാനമായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മേഖലയിലും എങ്ങനെയായിരുന്നു ആ ഒരു കീഴൊതുക്കമുണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വെച്ച് അനുഗ്രഹിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദം നബിയെ എണ്ണി, നൂഹ് നബിയെ എണ്ണി, ആലു ഇമ്രാനിനെ എണ്ണി. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും അള്ളാഹു ലോകത്ത് തന്നെ വെച്ച് ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ആദരിച്ചു എന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ചേർത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരനായി കൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണുവാൻ സാധിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പിന്നീട് നമ്മളോടും പറഞ്ഞതെന്താ, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. നിങ്ങളെല്ലാവരും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ അനുസരിക്കണം, ആ മില്ലത്തിനെ ഇത്തിബാ ചെയ്യണമെന്ന് വളരെ കണിശമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു ചോദിക്കാണ്, വമൻ അഹ്സനു ദീനൻ, ഏറ്റവും നല്ല മതത്തിൻ്റെ ഉടമ ആരുണ്ട്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ, അല്ലാഹുവിലേക്ക് അല്ലാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പരിപൂർണമായി കീഴൊതുങ്ങിയവനേക്കാൾ നല്ല മതമുള്ളവൻ ആരുണ്ട്? വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത
മില്ലത ഇബ്രാഹിമ ഹനീഫ, ഏറ്റവും നല്ല മതത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് മില്ലത്ത് ഇബ്രാഹിമിനെ കൃത്യമായി അനുസരിച്ചവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച രൂപം എങ്ങനെയാണോ അതുപോലെ ജീവിക്കുവാൻ, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ അവസാനം വരെ ഏത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാൽ, ആരെ കുറ്റപ്പെടുത്തിയാലും ആട്ടിയോടിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും പീഡിപ്പിച്ചാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ സമർപ്പണ ബോധത്തോടു കൂടി ജീവിച്ച ജീവിതമുണ്ട്. ആ ജീവിത മാതൃകയായിരിക്കണം നമ്മുടെ അടുക്കലും ഉണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശ്രദ്ധേയമായ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയ്യത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന വസിയ്യത്താണ്. എന്താണ്? യാ ബനിയ, ഏ മക്കളെ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ട് വസിയ്യത്തുകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുത്തതെന്നാണ്. നമ്മുടെ മക്കൾക്കും യഥാർത്ഥത്തിൽ ഈ വസിയ്യത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഈ വസിയ്യത്തിനെ നമ്മുടെ നെഞ്ചോട് ചേർക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഒന്നാമത്തെ വസിയ്യത്ത്? ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മതത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു എന്നാണ് ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത വസിയ്യത്ത്. ദീൻ എന്ന് പറയുന്നത്, നമ്മുടെ മതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് പുറമെ മറ്റൊരു ദീനിനെ സ്വീകരിച്ചവൻ ആരാണ്? അള്ളാഹു അവരെ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്തെ നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉൾപ്പെടുത്തുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദീൻ എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്ന വലിയ ഭാഗ്യം ലഭിക്കാത്തവർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാന്മാരായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യക്കും മകനും ഈ ഒരു ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവിന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. എന്തിനേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ, സംരക്ഷിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് പോലും ഈ ഒരു ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ആ ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന വലിയ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വലിയ അനുഗ്രഹത്തെ നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല, ധാരാളമായി പറയുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തേണമേ. പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയതാണ്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു പറഞ്ഞത്, റബ്ബന ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ ഹിദായത്ത് ലഭിച്ചതിന് ശേഷം എന്നെ ആ ഹിദായത്തിൽ നിന്നും തെറ്റിച്ചു കളയരുതേ എന്നുള്ള അല്ലാഹു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യമാവട്ടെ, ഒരു നന്മ നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ നന്മയിൽ നിന്നും നമ്മളെ തിരിച്ചു കളയാൻ പിശാച് ശ്രമിക്കുമ്പോൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അല്ലാ ഇത് നീ എനിക്ക് തന്ന ഒരു നന്മയാണ്, ഇത് നീ എനിക്ക് തന്ന ഹിദായത്ത്
ഹിദായത്താണ്, അതിനെ നീ എന്നിൽ നിലനിർത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്ത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല മുസ്ലിമായി മരിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം കൽപ്പിച്ച ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും അവൻ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അവൻ്റെ പരലോകമുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിമായി ജീവിച്ച് അവസാന കാലഘട്ടം വരുമ്പോൾ, നമ്മുടെ മരണത്തോടടുക്കുമ്പോൾ ആ ഈമാനില്ലാതെ ഇഖ്ലാസ് ഇല്ലാതെ ഈ ലോകം എന്തൊക്കെയാണ്, ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടൊക്കെയാണ്, അതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീന്താൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസാനം കടന്നു വരുമ്പോൾ ആ അവസാനം എങ്ങാനും വല്ലാതെ ദുരിതമായി തീർന്നാൽ അവിടെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അവിടെ നമ്മുടെ ആ പര്യവസാനം മുസ്ലിമായിക്കൊണ്ടല്ലാതെ എങ്ങാനും മരണപ്പെട്ടാൽ അവിടെ പരലോകത്ത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വസിയ്യത്തും നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർക്കുക. നമ്മുടെ മക്കളെല്ലാം സ്കൂളുകളിലേക്ക് പോകാനിരിക്കുകയാണ്, എല്ലാം വാങ്ങി തയ്യാറായി മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാനിരിക്കുകയാണ്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, സ്കൂളിൽ പോയാൽ പഠിക്കണം, സ്കൂളിൽ പോയാൽ കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കണം, കൃത്യമായി നോട്ടെഴുതണം, ഓരോ ദിവസവും പഠിക്കണം എന്നെല്ലാ ഉപദേശവും നമ്മൾ കൊടുത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നീ സ്കൂളിൽ പോയാലും നീ ളുഹർ നമസ്കാരം നീ നിർത്തരുത്. നിന്റെ തൊട്ടടുത്ത പള്ളിയിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലക്കെന്ന് നീ ളുഹർ നിസ്കരിക്കണം എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തോ? നീ സ്കൂളുകളിലേക്ക് പോയാൽ അവിടെ പല തോന്നിവാസവും നിൻ്റെ മുമ്പിലേക്ക് വരും, അതിലേക്കൊന്നും വാപ്പാൻ്റെ മകൻ പോകരുത് എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് കൃത്യമായി ദീനിൻ്റെ ഉത്ബോധനങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും സ്കൂൾ വിട്ടു വന്നാൽ നമ്മുടെ മക്കളോട് ചോദിക്കണം, നീ ളുഹർ നിസ്കരിച്ചിരുന്നോ, നീ അസർ നിസ്കരിച്ചിരുന്നോ എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മില്ലത്ത് ഇബ്രാഹീമിനെ കൃത്യമായി അനുധാവനം ചെയ്യുന്ന അവൻ്റെ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ദുൽഹിജ്ജ മാസമായി കഴിഞ്ഞാൽ ബലികർമ്മവുമായി നമ്മൾ ഇടപെടുക എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബലികർമ്മം നടത്തുക എന്നുള്ളത് അതിന് കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ വജദ സഅതൻ ലിഅയ്യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ളുർ മുസല്ലാന. ഒരാൾക്ക് ഉളിഹിയത്തുമായി ബന്ധപ്പെടാൻ, ഉളിഹിയത്ത് ചെയ്യുവാൻ കഴിവുണ്ടായിട്ടും അവൻ ബലിയറുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് ഫലാ യഹ്ളുർ മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ ഉളുഹിയ്യത്ത് നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് ഉളുഹിയ്യത്തിന് ഒരു ഭാഗമാവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മളതിൽ ഭാഗമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കന്നുകാലികളെയാണ് അറുക്കുന്നതെങ്കിൽ 7 ആളുകൾ വരെ അതിൽ ഷെയർ ചേർന്ന് അറുക്കാമെന്നും, ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ ഒരാടിനെ എന്നുള്ള രൂപത്തിൽ അറുക്കണമെന്നുമെല്ലാമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത് ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉദ്ഹിയത്തൻ യുരീദു അൻ യുളഹിയ, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉദ്ഹിയത്ത് അറുക്കണമെന്ന് ആഗ്രഹിച്ച് അതിൽ പങ്കു ചേർന്നു കഴിഞ്ഞാൽ ഫലാ യഖുദന്ന ശഅറൻ വലാ യത്ലിമന്ന ഗുഫറൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ രോമങ്ങൾ നീക്കുകയോ നഖം വെട്ടുകയോ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ഉളുഹിയ്യത്തിന് പൈസ കൊടുത്താൽ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യരുത് എന്നല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ഇദാ ദഖലൽ അശ്റു, ആ ദുൽഹിജ്ജയിലെ ആദ്യ തുടക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ അവിടെ മുതൽ പിന്നീട് നിങ്ങൾ മുടിവെട്ടുകയോ നിങ്ങളുടെ കക്ഷരോമം പോലെ, ഗുഹ്യരോമം പോലെ, മീശ പോലെ, അതുപോലെ തന്നെ നഖം തുടങ്ങിയവ നീക്കം ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ഉണർത്തുവാനുള്ളത്, നമ്മൾ ഈ ഒരു മഹലിലെ ഉളുഹിയ്യത്തുമായി നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ കൃത്യമായി അതിൽ ഭാഗവത്താവാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് നിസാരമായ ഒരു കർമ്മമായി കാണരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉളുഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് ലൻ യനാലല്ലാഹ ലുഹൂമഹ വലാ ദിമാഉഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ അറുക്കുന്ന കന്നുകാലിയുടെ മാംസമോ രക്തമോ വേണ്ട, വലാകി യനാലുഹു തഖ്വാ മിൻകും, നിങ്ങൾ ആ ഉളുഹിയ്യത്തിന് പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക, അതാണ് അല്ലാഹു നോക്കുക എന്നുള്ള ഒരു വലിയ സത്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉളുഹിയ്യത്തെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന ബോധത്തോടെ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഇതിൽ പങ്കുചേരാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.